മലനാട് തേങ്ങുന്നു, മനമഖിലം വിങ്ങുന്നു, മാനവ കണ്ണും മനവും നിറഞ്ഞിടുന്നു, വേദനയാൽ കരയുന്നു. സമുദായത്തിൻ നേതാ, സൗഹാർദ്ദത്തിൻ ജേതാ, സയ്യിദ് ശിഹാബിന്റെ വിയോഗത്താലേ ഏവർക്കും ഒരു ഹാലേ. മലനാട് തേങ്ങുന്നു, ഒരു മന്ദഹാസത്താൽ ഏവരെയും ആകർഷിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട് 5 വർഷം പൂർത്തിയാകുന്നു. രാഷ്ട്രീയത്തിലും സ്വകാര്യ ജീവിതത്തിലും വിനയവും വിവേകവും കൈവിടാത്ത വ്യക്തിത്വമായിരുന്നു ശിഹാബ് തങ്ങളുടേത്. സംഘർഷാന്തരീക്ഷത്തിലും സൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും കൈത്തിരി കെടാതെ സൂക്ഷിച്ച മനുഷ്യസ്നേഹി. സമാനതകളില്ലാത്ത ദൗത്യപൂർത്തീകരണത്തിന് ശേഷമാണ് 5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ഒരിക്കലും മായാത്ത പുഞ്ചിരിയും പ്രസന്നതയുമായിരുന്നു ശിഹാബ് തങ്ങളുടെ മുഖമുദ്ര. സൗമ്യഭാവത്തിലും പതിഞ്ഞ ശബ്ദത്തിലും സംസാരിക്കുന്ന അദ്ദേഹം ആരെയും വേഗത്തിൽ ആകർഷിക്കും. ഹ്രസ്വമായ പ്രാർത്ഥനയും പ്രസംഗവും. എല്ലാ കാലത്തും ഒരാൾ പ്രസംഗമാവില്ലോ, അങ്ങനെ പൗരോഹിത്വമൊന്നുമില്ല. ഞാൻ സാധാരണ രീതിയിൽ ജനമായി പെരുമാറുന്നു, അതുപോലെ മറ്റുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നു, തീരുമാനം ഇത്ര മാത്രമേ. അല്ലാതെ വേറെ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ല. രാഷ്ട്രീയമോ സാമുദായികമോ ആയ വേർതിരിവുകളില്ലാതെ ആർക്കു മുന്നിലും ആ ഹൃദയവാതിൽ അടച്ചിരുന്നില്ല. ഏത് സാധാരണക്കാരനു വേണ്ടിയും സ്വന്തം സമയം വീതിച്ചു നൽകുന്ന ജനനേതാവും പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്നു ശിഹാബ് തങ്ങൾ. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ മതരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ സാധാരണക്കാരനായിട്ട് അറിയപ്പെടുന്നതാണ്, ലീഗിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ. ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരേ സമയം നേതൃത്വം വഹിച്ച അദ്ദേഹം തന്റെ കടമകൾ നിറവേറ്റുന്നതിലും താൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിലും എന്നും സൂക്ഷ്മത പുലർത്തി. 3.5 പതിറ്റാണ്ട് നീണ്ട സബരിയായിരുന്നു ആത്മീയ രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് അദ്ദേഹം നിർവഹിച്ചു പോന്നത്. ഉറവ പറ്റാത്ത സ്നേഹവും തെറ്റാത്ത നീതിശാസ്ത്രവുമാണ് ശിഹാബ് തങ്ങളെ എന്നും ശ്രദ്ധേയനാക്കിയത്. സ്വാധീനത ഞാൻ ഉണ്ടാക്കുന്നതല്ല, അത് സാഹചര്യം അനുസരിച്ച് ഉണ്ടായിത്തീർന്നതാണ്. മതമതം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട്. അതും ഓരോ അവസരത്തിലും ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുന്നുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെയും ആയിഷ ബീവിയുടെയും മകനായി 1936 മെയ് 4 ശിഹാബ് തങ്ങളുടെ ജനനം. ഈജിപ്തിലെ ലോകപ്രശസ്തമായ അൽ അസ്ഗർ സർവകലാശാലയിൽ നിന്നും 1958 ഉപരിപഠനം പൂർത്തിയാക്കി. 1961 പ്രശസ്തമായ കെയ്റോ സർവകലാശാലയിൽ അറബിക് ഭാഷ പഠന വിഭാഗത്തിൽ ചേർന്നു. 5 വർഷത്തെ പഠനശേഷം ലിസാൻസ് സാഹിത്യത്തിൽ ബിരുദം നേടി. ഡോക്ടർ ഇസുദ്ദീൻ ഫരീദ്, ഷൗഖി ലൈഫ്, യൂസഫ് ഖുലൈഫ് തുടങ്ങിയവരായിരുന്നു ഉപരിപഠനകാലത്തെ പ്രധാന ഗുരുക്കന്മാർ. മാലദ്വീപ് നേതാവ് മൈമൂൺ അബ്ദുൽ ഖയ്യിം ഉൾപ്പെടെ നിരവധി ലോക നേതാക്കൾ സഹപാഠികളായിരുന്നു. വായനയും എഴുത്തുമായിരുന്നു അക്കാലത്ത് ശിഹാബ് തങ്ങളുടെ താൽപര്യങ്ങൾ. മലയാളത്തിലും അറബിയിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഠനകാലത്തിന് ശേഷം കെയ്റോ സർവകലാശാലയിൽ തന്നെ അധ്യാപകനാകാൻ അവസരം ലഭിച്ചതാണ്. എന്നാൽ പൊതുപ്രവർത്തന രംഗത്തും ആത്മീയ രംഗത്തുമാണ് തന്റെ നിയോഗമെന്ന തിരിച്ചറിവിൽ ആ ക്ഷണം അദ്ദേഹം സ്നേഹത്തോടെ നിരസിച്ചു. അത് ഏതായാലും പാർട്ടിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഉയർന്ന സ്ഥാനത്ത്, അതിന്റെ താഴെയുള്ളൂ മറ്റുള്ളതായ നേതാക്കൾ. പിന്നീട് കേരള രാഷ്ട്രീയ രംഗത്തെ ശക്തമായ വാക്കായി ശിഹാബ് തങ്ങൾ മാറിയത് സമകാലിക ചരിത്രം. ഒടുവിൽ 2009 ഓഗസ്റ്റ് 1 സംഭവബഹുലമായ ആ ജീവിതത്തിന് തിരശ്ശീല വീണത്. ശിഹാബ് തങ്ങൾ ഓർമ്മയായി 5 വർഷങ്ങൾ പിന്നിടുമ്പോഴും മരിച്ചാലും മായാത്ത ചിരുനിലാവായി ഇന്നും അദ്ദേഹം പ്രഭ ചൊരിയുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് റേഡിയോ. സയ്യിദ് ശിഹാബല്ലേ, നാമം മശഹൂറല്ലേ, ഇനിയെന്ന് കാണും നമ്മൾ തിരുവദനം, സുസ്മേരപ്പൂവദനം. മലനാട് തേങ്ങുന്നു, മനമഖിലം വിങ്ങുന്നു, മാനവ കണ്ണും മനവും നിറഞ്ഞിടുന്നു, വേദനയാൽ കരയുന്നു. സമുദായത്തിൻ നേതാ, സൗഹാർദ്ദത്തിൻ ജേതാ, സയ്യിദ് ശിഹാബിന്റെ വിയോഗത്താലേ ഏവർക്കും ഒരു ഹാലേ.